ഓക്കെ, സെനർ ഡയോഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഒരു സെനർ എന്താണ്, സെനറിന്റെ ഇലക്ട്രിക്കൽ സിമ്പൽ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇതാണ് ഒരു സെനറിന്റെ ഇലക്ട്രിക്കൽ സിമ്പൽ. സാധാ ഡയോഡിന്റെ സിമ്പൽ തന്നെയാണ്, അതിനോടൊപ്പം ഒരു അങ്ങോട്ടും ഒരു ഇങ്ങോട്ടും ഉള്ള ഒരു ചിഹ്നം കൂടി ആഡ് ചെയ്യും. ഈ ഭാഗമാണ് പോസിറ്റീവ്, ഈ ഭാഗമാണ് നെഗറ്റീവ്. അപ്പം ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. അതിനു മുന്നേ ഇതാണ് സെനർ ഡയോഡ്. അതിനു മുന്നേ നമുക്ക് ഇതിന്റെ കറണ്ട് വേഴ്സസ് വോൾട്ടേജ് ഗ്രാഫ് ഒന്ന് നോക്കാം. ഇത് വോൾട്ടേജ് ആണ്. അപ്പം പോസിറ്റീവ് ബയാസിൽ സെനർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്ന് പറയുന്നത് അത്ര സ്പെഷ്യൽ ഒന്നും അല്ല. അത് സാധാ ഡയോഡ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഫോർവേഡ് ബയാസിൽ വർക്ക് ചെയ്യുന്നത്. എന്നാൽ സെനറിന് അതിന്റെ വോൾട്ടേജ് റെഗുലേഷൻ കേപ്പബിലിറ്റി വരുന്നത് അത് റിവേഴ്സ് ബയാസ്ഡ് ആവുമ്പോഴാണ്. നിങ്ങൾക്ക് അറിയാം വോൾട്ടേജ് റെഗുലേറ്റർ എന്താണ് എന്ന്. വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി ഫ്ലക്ച്വേഷൻ ഒന്നും ഇല്ലാതെ നിലനിർത്തുന്ന ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററായി ആക്ട് ചെയ്യുന്നത് റിവേഴ്സ് ബയാസ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു ഡയോഡ് റിവേഴ്സ് ബയാസ് സ്റ്റേറ്റിലാവുമ്പോൾ അത് കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. കുറേ വോൾട്ടേജ് കൊടുത്താൽ ഒടുവിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയും പിന്നീട് അത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഒരു സെനറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെനർ ഹെവിലി ഡോപ്ഡ് ആണ് റിവേഴ്സ് ബയാസ് റീജിയനിൽ. അപ്പം റിവേഴ്സ് ബയാസ്ഡ് ആവുമ്പോൾ അത് ഈ ഹെവി ഡോപ്പിംഗ് കാരണം ബ്രേക്ക് ഡൗൺ വളരെ ചെറിയ വോൾട്ടേജിന് തന്നെ സംഭവിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഗ്രാഫാണ് വി വേഴ്സസ് ഐ ഗ്രാഫ് ഓഫ് എ സെനർ ഡയോഡ്. അത് റിവേഴ്സ് ബയാസിൽ നിങ്ങൾക്ക് അറിയാം വി സെഡ് അല്ലെങ്കിൽ വോൾട്ടേജ് ഓഫ് സെനർ, വി സെഡ് എന്നുള്ള വോൾട്ടേജ് വരെ നമ്മുടെ സെനർ കണ്ടക്ട് ചെയ്യില്ല. അപ്പോ സെനർ ഈസ് ഓഫ് ടിൽ വി സെഡ്. അപ്പോൾ വോൾട്ടേജ് വി സെഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ അക്വയർ ആവുന്നവരെ നമ്മളെ സെനർ എന്ത് ചെയ്യില്ല, കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. വൺസ് നമ്മുടെ സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ക്രോസസ് വി സെഡ്, ഒന്നെങ്കിൽ വി സെഡോ അല്ലെങ്കിൽ വി സെഡിന് മുകളിലുള്ള ഒരു വോൾട്ടേജോ നമ്മുടെ സെനർ ഡയോഡിന് അക്രോസ് കൊടുത്താൽ നമ്മുടെ സെനർ ഓൺ സ്റ്റേജിലേക്ക് മാറും. ഓൺ സ്റ്റേറ്റ്, ശരിയല്ലേ? പിന്നീട് അങ്ങ് ഉണ്ടാവും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി സെഡ് എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ ആ വോൾട്ടേജ് പിന്നീട് വല്ലാതെ ചേഞ്ച് ചെയ്യില്ല. പകരം കറണ്ട് ഇൻഫിനിറ്റി വരെ പോകാം. കറണ്ട് പോയി വലുതായി ഒരു പരിധി കഴിയുമ്പോൾ നമ്മളുടെ സെനർ ബേൺ ആയി പോവും. അപ്പം മാക്സിമം പവർ ഡെസിപ്പേഷൻ ഓരോ സെനറിലും എഴുതിയിട്ടുണ്ടാവും. അതിൽ കൂടുതൽ കറണ്ട് അതിന് താങ്ങാൻ കഴിയില്ല. അപ്പൊ എനിവേ വി സെഡ് എന്നുള്ള വാല്യൂ അവിടെ കോൺസ്റ്റന്റ് ആയി നിൽക്കും. കറണ്ട് കൂടിക്കൊണ്ടേയിരിക്കും ബേൺ ആവുന്നവരെ. അപ്പം വി സെഡ് എന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി നിൽക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വോൾട്ടേജ് റെഗുലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സർക്യൂട്ട് ഡയഗ്രത്തിന് നോക്കുമ്പോൾ നമ്മൾ അതിനെ രണ്ട് കളറിലാണ് വരച്ചത്. ചുവന്ന കളറുള്ളത് യഥാർത്ഥത്തിൽ സെനറിലേക്ക് DC വോൾട്ടേജ് കൊടുക്കുന്ന ഒരു സർക്യൂട്ടാണ്. അതായത് ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന AC വോൾട്ടേജിനെ റെക്ടിഫയർ സർക്യൂട്ട്, സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ സർക്യൂട്ടിന്റെ യൂസ് ചെയ്ത് അതിനെ DC വോൾട്ടേജ് ആക്കി മാറ്റാനാണ് നമ്മൾ ആ റെഡ് പാർട്ട് ഉപയോഗിക്കുന്നത്. ആ റെഡ് കളർ കൊണ്ട് വരച്ച പാർട്ട് ഉപയോഗിക്കുന്നത്. ശേഷം നമുക്ക് ഒരു സെനർ ഡയോഡിന്റെ ആക്സസറി, സെനർ ഡയോഡിന്റെ ഭാഗമാണ്, സെനർ ഡയോഡും റെസിസ്റ്റൻസും ഒക്കെ ഉള്ള വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഭാഗമാണ് പച്ചയുകൊണ്ട് വരച്ചത്. ഓക്കെ, അപ്പം ആദ്യത്തെ ഭാഗം നമ്മൾ ഒരു സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ ആണ്.
അപ്പം നമുക്ക് ആദ്യം തന്നെ സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ നോക്കാം. അപ്പോൾ ഇതാണ് ഒരു സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയറിന് ഏറ്റവും എളുപ്പമുള്ള ഡയഗ്രാം. ഇവിടെ വരുന്ന ഈ റെസിസ്റ്റൻസ് ആണ് നമ്മളുടെ ലോഡ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ മൊത്തം സർക്യൂട്ടും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിൽ പ്രൈമറി സർക്യൂട്ടാണിത്, ഇത് സെക്കൻഡറി സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു, അത് സ്റ്റെപ്പ് ഡൗണോ സ്റ്റെപ്പ് അപ്പോ ചെയ്യാൻ ട്രാൻസ്ഫോമറിന് കഴിയുന്നു. ശരിയല്ലേ? അപ്പം നമ്മളിപ്പോൾ പറയാണ് number of turns in primary, number of turns in secondary എന്ന് പറയുന്നത് 1/2 റേഷ്യോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം NP/NS equal to VP/VS equal to 1/2, which implies VS is equal to 2VP. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് VP ആണെങ്കിൽ ഇവിടെ 2VP ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് സെൻട്രൽ ടാപ്ഡ് ആയതുകൊണ്ട് ഒരു VP ഇവിടെയും വരും, ഒരു VP ഇവിടെയും വരും എന്ന് വിചാരിക്കാം. അങ്ങനെ ആവുമ്പം പോസിറ്റീവ് സൈക്കിൾ നോക്കാം. നമുക്കറിയാം ഒരു AC-ക്ക് പോസിറ്റീവും നെഗറ്റീവും സൈക്കിൾ ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് സൈക്കിൾ എങ്ങനെയാവും നോക്കാം. പോസിറ്റീവ് സൈക്കിളിൽ D1 എന്ന് പറഞ്ഞ സർക്യൂട്ട് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. സോ കറണ്ട് ഇതിലേ പോയി ഈ റെസിസ്റ്റൻസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരും. ശരിയല്ലേ? അതുപോലെ അടിയുള്ള D2 എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആയതുകൊണ്ട് റിവേഴ്സ് ബയസ്ഡ് ആണ്. D2 കണ്ടക്ട് ചെയ്യില്ല, ഓൺലി D1 കണ്ടക്ട്സ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ശരിയല്ലേ? ഇനി നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. ശരിയല്ലേ? ഇവിടെ നെഗറ്റീവും ഇത് പോസിറ്റീവ് ആണ്. അപ്പം നമ്മളുടെ D1 ഡസൻ കണ്ടക്ട്. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. സോ D2 കണ്ടക്ട്സ്. ശരിയല്ലേ? അപ്പോൾ കറണ്ട് പോസിറ്റീവിൽ നിന്നും ഇതിലൂടെ പോകുന്നു, എന്നിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പോൾ നമ്മളുടെ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നിങ്ങൾ നോക്കുമ്പം ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയാണോ കറണ്ട് പോയത് ഈ റെസിസ്റ്ററിന്റെ ഉള്ളിൽ കൂടെ, അതേ ഡയറക്ഷനിൽ തന്നെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും പോകുന്നത്. അതിനർത്ഥം നമ്മളുടെ പീക്ക് എന്ന് പറയുന്നത് ഫോർവേഡ് പോസിറ്റീവ് സൈക്കിൾ തന്നെയാണ് ഉണ്ടാവുക. അപ്പം നമ്മളെ കയ്യിൽ ഒരു ഫുൾ സൈക്കിൾ വരുമ്പോൾ നമ്മളുടെ ഔട്ട്പുട്ടായി കിട്ടുക 2 പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. ശരിയല്ലേ? ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിന്റെ ഇതിൽ അടങ്ങിയിരിക്കുന്ന AC കോമ്പണന്റ് കുറയ്ക്കാനാണ് പിന്നീടുള്ള കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെനർ ഡയോഡിന്റെ റെഗുലേറ്റർ ആവുന്ന ആ റെഗുലേറ്ററിന്റെ ഇക്വാലന്റ് സർക്യൂട്ട് എങ്ങനെയാണെന്നൊന്ന് വരച്ചു നോക്കാം. അപ്പം ഇക്വാലന്റ് സെനർ സർക്യൂട്ട്. അപ്പം ഇവിടെ കൊടുക്കുന്ന പോസിറ്റീവ് വോൾട്ടേജിനെ VI എന്ന് വിളിച്ചു. എന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിനെ R എന്ന് വിളിച്ചു. ഇതിനെയാണ് സീരീസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സെനറിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ R ആണ്. പിന്നീട് നമ്മൾ സെനർ ഡയോഡിനെ വെച്ചു. അത് ചെയ്യേണ്ടത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ആവുക, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് റിവേഴ്സ് ബയാസ്ഡ് ആവും. ശരിയല്ലേ? ഇത് ലോഡ് റെസിസ്റ്റൻസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് I ആണ്. കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ജനറിന്റെ ഉള്ളിൽ കൂടെ പോകുന്നതുകൊണ്ട് IZ-ഉം RL ഉള്ളിൽ കൂടെ പോകുന്നതുകൊണ്ട് IL-ഉം.
ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസിന്റെ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാം. RL മാക്സിമം ആൻഡ് RL മിനിമം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ RL മിനിമം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. RL മിനിമം. ഓക്കെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സെനർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വെദർ ദ സെനർ ഈസ് ഇൻ ഓൺ സ്റ്റേറ്റ്. ശരിയല്ലേ? ഓൺ സ്റ്റേറ്റ് ആണെങ്കിൽ VTH എന്ന് പറയുന്നത് എപ്പോഴും ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VZ ആവണം. ശരിയല്ലേ? അപ്പോൾ VTH എന്താണ്? VTH എന്ന് പറയുന്നത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്, സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തെവനിൻസ് തിയറം ഉപയോഗിക്കാം. തെവനിൻസ് തിയറത്തിൽ ഇത് VI ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഈ സെനറിനെ ഒഴിവാക്കിയിട്ട് ആ ഭാഗം ഓപ്പൺ ആക്കി വെച്ചു. ഇവിടെ നമുക്ക് ഒരു R ഉണ്ട്, ഇവിടെ നമുക്ക് ഒരു RL ഉണ്ട്. ഇതാണ് VTH. അപ്പോൾ VTH എപ്പോഴും VZലും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണ്. അപ്പോൾ നമുക്ക് VTHന്റെ ഇക്വേഷൻ കാണാം. VTH എന്താണ്? ഈക്വൽ ടു VI ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R പ്ലസ് RL. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് തന്നെയാവും, RL. So this is equivalent to current into RL. So this is VTH. ശരിയല്ലേ? അപ്പം VTH കിട്ടി. ഇനി നമുക്ക് RL എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം RL എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ RL മിനിമം എന്താണെന്ന് നോക്കണം. RL മിനിമം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് IL എന്ന് പറയുന്നത് മാക്സിമം ആണ്. IL മാക്സിമം എന്ന് പറയുന്നത് IZ സ്വാഭാവികമായും മിനിമം ആവണം. കാരണം I ഈസ് ഈക്വൽ ടു IL പ്ലസ് IZ അല്ലേ? അപ്പോൾ ഒരു നിശ്ചിത I ഉണ്ടാവുക. IL മാക്സിമം ആണെങ്കിൽ IZ എന്ന് പറയുന്നത് മിനിമം ആണ്. ശരിയല്ലേ? അപ്പം RL മിനിമം എന്താണെന്ന് നോക്കാം. RL മിനിമം കാണണമെങ്കിൽ നമുക്കറിയാം VTH എന്ന് പറയുന്നത് VZ ആവണം. VTHന്റെ ഇക്വേഷൻ എന്താ? VI ഡിവൈഡഡ് ബൈ R പ്ലസ് RL ഇൻറ്റു RL ഈക്വൽ ടു VZ. ശരിയല്ലേ? ഓക്കെ. അപ്പം VI RL ഈക്വൽ ടു VZ ഇൻറ്റു R പ്ലസ് RL. ഇതിന്ന് എനിക്ക് RL കാണാം, വിച്ച് വിൽ ബി മിനിമം. ശരിയല്ലേ? അതെന്തുകൊണ്ടാ? VTH എന്ന് പറയുന്നത് VZ ആവണം, RL എന്ന് പറയുന്നത് മിനിമം ആവണം. അത് നമ്മൾ പറഞ്ഞ കാരണം IZ എന്ന് പറയുന്ന മിനിമം ആണ്. അപ്പം IL എന്ന് പറയുന്ന മാക്സിമം ആണ്. IL മാക്സിമം ആണ്, RL മിനിമം ആണ്. RL ഈസ് ഈക്വൽ ടു എന്താ? RL ഈസ് ഈക്വൽ ടു VI RL ഡിവൈഡഡ് ബൈ VI മൈനസ് VZ. ഇതാണ് RLന്റെ ഇക്വേഷൻ.